لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر. Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So today's video is all about, it's a very small vlog about my Friday morning routine. And in the morning ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഐ റിയലി ലൈക്സ് ഫ്രൈഡേയ്സ്. ഒരു വീക്കിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡേ ഏതാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫ്രൈഡേ. സോ ഇപ്പോൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കും. മോർണിംഗ് റൂട്ടീൻസൊക്കെ എസ്പെഷ്യലി ഒരുപോലെ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറേയില്ല. ആൻഡ് ഓൾസോ ഐ റിയലി മിസ് റമദാൻ മോർണിംഗ് ഫ്രൈഡേ റൂട്ടീൻസ് ബിക്കോസ് ദിസ് ഇയർ റമദാൻ ഹിറ്റിംഗ് വെരി ഡിഫറെൻ്റ്ലി. ആൻഡ് റമദാൻ ടൈമിൽ നമ്മളെ കിച്ചണാണെങ്കിലും വീടാണെങ്കിലും വെരി കാം ആൻഡ് പീസ്ഫുൾ, റൈറ്റ്? ആൻഡ് ദ ഹോം ഈസ് ഫിൽഡ് വിത്ത് ലോഡ് ഓഫ് ലവ് ആൻഡ് കൈൻഡ് ഓഫ് വെറൈറ്റി സ്മെല്ല് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഐ റിയലി മിസ് ദാറ്റ് ഡേയ്സ്. ഇൻഷാല്ലാ പഠിച്ചോ നമ്മളെല്ലാവരെയും ഒരുപാട് കാലം റമദാൻ ആസ്വദിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. എവറി ഫ്രൈഡേ മോർണിംഗ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഐ ജസ്റ്റ് ടേക്ക് എ വെരി ഗുഡ് ഗുസൽ, ലൈക്ക് എ വെരി ബ്യൂട്ടിഫുൾ ബാത്ത്. നമുക്കറിയാം ഫ്രൈഡേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സുന്നാസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 1 വരുന്നത് തന്നെയാണ് ഗുസൽ. അപ്പോൾ ട്രൈ ടു ഡു എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ, ബിക്കോസ് ദാറ്റ് ഹിറ്റ് വെരി ഡിഫറെൻ്റ്ലി. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഡേ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ട്രൈ ടു ഫോളോ ഈച്ച് ആൻഡ് എവറി സുന്നാസ് ഫ്രൈഡേയ്സിൽ ഇൻഷാല്ലാ. സുന്നാസിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കുക, അൽക്കഫോദ, പള്ളിയിലേക്ക് നടന്നു പോവുക, പറ്റുന്ന ആൾക്കാർ സദക്ക കൊടുക്കുക, നമുക്ക് പറ്റുന്ന അത്ര ദുആ ചെയ്യുക, മുത്തുനബിക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുക, ആൻഡ് നെയിൽസ് ട്രിം ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക, ആൻഡ് ഡു ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ദിക്കർ ആസ് മച്ച് ആസ് യു ക്യാൻ പോസിബിൾ. ആൻഡ് അൽഹംദുലില്ലാ ഐ ട്രൈ ടു ഡു ഈച്ച് ആൻഡ് എവറിത്തിങ് വെരി പെർഫെക്റ്റ്ലി. ബിക്കോസ് നമ്മളൊരു കാര്യം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ ലൈഫിൽ അങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കും. സോ ഐ വിൽ ഡു എവറിത്തിങ്. ഐ തിങ്ക് ലാസ്റ്റ് ഒരു 4 to 5 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി പോയാൽ തന്നെ അത് പഠിച്ചോ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കും. സോ ട്രൈ ടു ഫോളോ ഈച്ച് ആൻഡ് എവറിത്തിങ് പെർഫെക്റ്റ്ലി ഇൻഷാല്ലാ. ആൻഡ് ഫ്രൈഡേ മോർണിംഗ്സ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു 11 o'clock മുന്നെങ്കിലും കിച്ചണിലെ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ ഹോം ചോഴ്സും കംപ്ലീറ്റ് ചെയ്ത് അൽക്കാഫ് ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളത്. ട്രൈ ടു ഫോളോ ദ തിങ്, ബിക്കോസ് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോൾ ഡേ നമ്മൾ വിചാരിച്ച പോലെ മൂവ് ചെയ്യാനോ നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനോ നമുക്ക് പറ്റുള്ളൂ. സോ ഐ വോണ്ട് ടു ഡു എ ലോഡ് ഓഫ് തിങ്സ് ഓൺ ഫ്രൈഡേയ്സ്. അത് ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു ഫസ്റ്റിൽ ഒരു 1 to 2 year ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്ലാനിങ്ങും പ്രിപ്പറേഷൻസും ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഈച്ച് ആൻഡ് എവറി ഫ്രൈഡേ മോർണിംഗ്സ് ചെയ്യുന്നത് ആദ്യം എല്ലാ ഹോം ചോഴ്സും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് ലഞ്ച്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഫ്രൈഡേ ബ്യൂട്ടിഫുള്ളായിട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫജർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം മുതൽ നമ്മളതിന് വേണ്ടി
പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ നേരത്തെ എണീറ്റ് ഫജർ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ നമുക്ക് ആ ഒരു ഡേ ഒരുപാട് ടൈം ബാലൻസ് ഉണ്ടാവും. സോ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കറൻ്റ്ലി ഞാൻ ഡയറ്റിലായതുകൊണ്ട് അൽഹംദുലില്ലാ വളരെ സിമ്പിൾ ആൻഡ് ക്യുക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റിലായിരിക്കും ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ മോർണിംഗ്സും എൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യൽ. സോ സംടൈംസ് ഇറ്റ്സ് ലൈക്ക് ബോയിൽഡ് എഗ്സ് ഓർ മിൽക്ക്, അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സ് വിത്ത് സാഫ്രോൺ മിൽക്ക്, അല്ലെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡ്സ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. വർക്കിംഗ് മദേഴ്സ്, ബിസി ആയിട്ടുള്ള ഹോം മേക്കേഴ്സ്, ടോഡ്ലേഴ്സിനെയും കിഡ്സിൻ്റെയും ന്യൂ ബേൺസിനൊക്കെ പാരൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ടൈം ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രൈഡേയ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് ഇബാദത്തിന് വേണ്ടി കൂടുതൽ ടൈം ചിലവഴിക്കുക എന്നുള്ളത്. സോ ട്രൈ ടു ഫോളോ ഇറ്റ് ആൻഡ് ഭയങ്കര മിറാക്കിളായിട്ടുള്ള ഫ്രൈഡേയ്സ് നിങ്ങൾക്ക് പോസിബിളാക്കാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാ. ആൻഡ് വൺ മോർ തിങ്, നമ്മളിൽ കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനിലാണ് ഇപ്പോൾ. സോ കൂടുതൽ ആൾക്കാരും ടൈമില്ല എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം ഇല്ലാണ്ടാവുന്നതാണ്. സോ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ റിയലായിട്ട് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫ്രൈഡേയ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചോ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ആ ഡേയ്സിൽ മാക്സിമം ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ഒന്ന് മാറ്റി വെക്കുക. സോ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും വേണ്ടി പറ്റും. സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിലീഫ് നമുക്ക് പതിയെ ഫോളോ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഡെയിലി പ്രോപ്പറായിട്ട് ഒരുപാട് ഹൗസ് ചോർസ് നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എല്ലാ ഫ്രൈഡേ മോർണിംഗ്സിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീപ്പ് ക്ലീനിങ്. ടോപ്പ് 1 വരുന്ന ഒരു കാര്യം. ക്ലീനസ് ഈസ് ഹാഫ് ഓഫ് ഫെയ്ത്ത് എന്നാണല്ലോ റസൂല് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ. ആൻഡ് പഠിച്ചോന് ഖുർആനിലും ക്ലീനസിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ 2-3 സ്ഥലത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. സോ ട്രൈ ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി ബിക്കോസ് ഇറ്റ്സ് റിയലി എ വെരി ഫീൽ ഗുഡ് തിങ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പേഴ്സണൽ ഹൈജീൻ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളുടെ ബോഡി ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ഡീപ്പ് ആൻഡ് നീറ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ ട്രൈ ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി ആൻഡ് ട്രൈ ടു ഫോളോ ഈച്ച് ആൻഡ് എവറി സുന്നാസ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സ്നാക്ക് ഓർഗനൈസേഷൻ ആക്ച്വലി ഫ്രൈഡേ ആയതുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഇത് ഏത് ഡേ ആണോ എംപ്റ്റി ആയി കിടക്കുന്നത് ആ ഒരു ഡേ മാക്സിമം ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡേക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നാളെ നീളേന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ആ ഒരു പ്രോവർബ് ഫോളോ ചെയ്യാണ്ട് സ്പോട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും വേണ്ടി പറ്റും. ഹരിബറി എന്നുള്ളൊരു സംഭവം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഞാൻ ഭയങ്കരമായിട്ട് ഹരിബറി പേഴ്സൺ ആയിരുന്നു. ഈ ഒരു കാര്യം ഫോളോ ചെയ്തതിന് ശേഷം അൽഹംദുലില്ലാ ഒരുപാട് ടൈം സേവ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും പാരൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫ്രൈഡേക്ക് വേണ്ടി നമ്മളുടെ കൂടെ തന്നെ മക്കളെയും കൂടി പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അവർക്ക് ഫ്രൈഡേ റൂട്ടീൻസ് പ്രോപ്പറായിട്ട് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഫ്രൈഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ടോഡ്ലേഴ്സിൻ്റെ ഒരു കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഉറക്കങ്ങളെ പറ്റിയിട്ട് ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറാഹത്താക്കപ്പെട്ട ഉറക്കങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഫജറിന് ശേഷമുള്ള ഉറക്കം, അസറിന് ശേഷമുള്ള ഉറക്കം, മഗ്‌രിബിന് ശേഷമുള്ള ഉറക്കം, ഇതൊക്കെ കറാഹത്താക്കപ്പെട്ട ഉറക്കങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട ഉറക്കങ്ങളും ഉറങ്ങിക്കഴിഞ്ഞാൽ കൂലി കിട്ടുന്നതുമായ ഉറക്കങ്ങളും ഉണ്ട്. അപ്പോൾ ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും പാരൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്കൂളിലൊന്നും പോകാത്ത മക്കളൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സുന്നത്താക്കപ്പെട്ട ളുഹറിൻ്റെ മുന്നേ ഉള്ള ഉറക്കം അവരുടെ ലൈഫിൽ ശീലിപ്പിക്കുക എന്നുള്ളത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫജറിൻ്റെ ടൈമിൽ ടോഡ്ലേഴ്സിനെ നമ്മളെ കൂടെ എഴുന്നേൽപ്പിക്കുകയും ളുഹറിൻ്റെ മുന്നായിട്ടുള്ള സുന്നത്താക്കപ്പെട്ട ഉറക്കം അവരുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്.
ഫജറിൻ്റെ ടൈമിൽ എണീറ്റതുകൊണ്ട് അത്യാവശ്യം ഒരു 2 to 3 hours കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവർക്ക് സ്ലീപ്പിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ ആ ഒരു ടൈമിൽ ഉറക്കുക എന്നുള്ളതും സിമ്പിളാണ്. ലുഹറിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഉണർത്തി കഴിഞ്ഞാൽ സുന്നത്താക്കപ്പെട്ട ഉറക്കം അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുകയും ചെയ്യും. അവരുറങ്ങുന്ന ആ ഒരു 2 hours നമുക്ക് ക്യുക്കായിട്ട് ഹോം ചോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ട്രൈ ടു ഫോളോ ഇറ്റ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഇൻഷാല്ലാ it works very well and perfectly, inshallah. എൻ്റെ മോൻ്റെ സ്ലീപ്പിംഗ് റൂട്ടീൻസിൽ മാക്സിമം അവൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് 1.5 hour 2 hours ആണ്, ലുഹറിന് മുന്നേ ഉള്ള. സോ ഈ ഒരു ടൈമിൽ ക്യുക്കായിട്ട് മോനുള്ള സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു ഡേയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ മോനുള്ള സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു ടൈമിനുള്ളിൽ ക്യുക്കായിട്ട് ചെയ്തു തീർക്കും. 1.5 hour മാക്സിമം 1/2 hour ക്ലീനിങ്ങിനും മോപ്പിങ്ങിനും വേണ്ടി യൂസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് 1 hour കുക്കിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലുഹാ നിസ്കാരവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ലുഹാ നിസ്കാരത്തിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ മോൻ ഉറങ്ങുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മോൻ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യിപ്പിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച് മക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ അവർക്കും അതൊരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. 1.5 hour ഫസ്റ്റ് 1/2 hour ക്ലീനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ക്ലീനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡിങ് കിച്ചൺ ക്ലീനിങ്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ബെഡ് മേക്കിംഗ്, സോഫ ക്ലീനിങ്, ടോയ്സ് ക്ലീനിങ്, മോൻ്റെ ക്രിബ്, ടേബിൾ, റൂം ക്ലീനിങ്, മോപ്പിംഗ്, ലാസ്റ്റ് കിച്ചണിലേക്ക് എത്തും. കിച്ചണിലേക്ക് എത്തുമ്പോൾ കിച്ചണിൽ ഒരു ഡീപ്പ് ക്ലീനിങ്, ഡെസ്ക് ക്ലീനിങ്, ലോണ്ട്രി, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു 1/2 hour കഴിയും. 1/2 hour കഴിഞ്ഞാൽ നമുക്കിനി 1 hour ഉണ്ട്. ഈ 1 hour 45 minutes മിനിമം കുക്കിങ്ങിന് എടുക്കും. സിമ്പിൾ ആൻഡ് ക്യുക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 45 minutes കൊണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. 45 minutes നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഒരു 15 minutes കൂടി ഉണ്ട്. ഈ 15 minutes ഞാൻ കൂടുതലും ലുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൽ. ഈ 15 minutes ലുഹാ നിസ്കരിക്കുമ്പോഴേക്കും മോന് പതിയെ എഴുന്നേക്കും. അപ്പം നിസ്കാര സമയത്ത് മോനെയും ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടും ദിക്റിനും ദുആക്കും വേണ്ടിയിട്ട് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഈ ഒരു ഹോൾ റൂട്ടീന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. 1.5 hour കൊണ്ട് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങും കിച്ചണിലെ പരിപാടിയും തീർത്തതുകൊണ്ട് ടോഡ്ലേഴ്സ് കിഡ്സിൻ്റെ ഒക്കെ പാരൻസ് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ അവർ എണീറ്റ് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ടൈം സ്ട്രെസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു സ്ട്രെസ് ഫ്രീ ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ക്യുക്കായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുക എന്ന് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രൈഡേ മോർണിംഗ് റൂട്ടീനാണ്. സോ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും ടോഡ്ലേഴ്സിൻ്റെയും ന്യൂ ബോൺസിൻ്റെയും ഒക്കെ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റുട്ടീനിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈഡേയ്സിലോ അല്ലെങ്കിൽ വേറെ ഏത് ഡേ ആണെങ്കിലും ടൈം സേവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോൻ തീർച്ചയായും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല. സോ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷം ക്യുക്കായിട്ട് ഹോം ചോർസും ഹൗസ് ചോർസും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. നമ്മൾ നോർമൽ ഹോം മേക്കേഴ്സ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഹോം ചോർസിന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പെർ ഡേ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വേണ്ടി സെൽഫ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പറ്റും. സോ മാക്സിമം ഇതുപോലെ ടൈം സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് വളരെ ട്രിക്കി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത പോലെ ഈച്ച് ആൻഡ് എവറി ഡേ ഈസ് ഡിഫറെൻറ്റ്. ചില സമയത്ത് അല്ലെങ്കിൽ ചില വീക്കിൽ ചില ഫ്രൈഡേയ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും ടൈമിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ലൈക്ക് ചില ദിവസങ്ങളിൽ ലുഹാ നിസ്കാരം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സമയത്ത് കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷമായിരിക്കും ലുഹ നിസ്കരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ വേരിയേറ്റിംഗ്. നിങ്ങളുടെ ടൈം ഉള്ളതിനനുസരിച്ച് ക്യുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. റീസെൻ്റ്ലി കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു.
നിങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ കിച്ചണിൽ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ബിക്കോസ് മാർക്കറ്റിൽ ഒരുപാട് കാലങ്ങളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പ്രസ്റ്റീജ് എന്നും പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡീപ്പ് സോസ് പാനാണിത്. നിങ്ങൾക്ക് കറി പോട്ടായിട്ടും റൈസ് പോട്ടായിട്ടും സോസ് പാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് ദ ക്വാളിറ്റി ഈസ് ജസ്റ്റ് അമേസിങ്. എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിച്ചണിൽ അല്ലെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയതോട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതൊരു പോട്ടും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ലിക്വിഡ് വെച്ച് വാഷ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 1/2 hour നന്നായിട്ട് ബോയിൽ ചെയ്യുക വാട്ടർ. പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കെമിക്കൽസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. 12 ആവുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞ് അൽഹംദുലില്ലാ ളുഹർ നിസ്കാരത്തിന് വേണ്ടി പ്രിപ്പയർ ആവും. മോർണിംഗ് കൂടെ കൂട്ടും. സോ ദിസ് ഇസ് ഹൗ മൈ ഫ്രൈഡേ മോർണിംഗ് റൂട്ടീൻസ് ലുക്സ് ലൈക്ക്. മോസ്റ്റ്ലി എല്ലാ ഫ്രൈഡേയ്സും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആൻഡ് ദ സെയിം ഡേ ഈവനിങ് നമ്മളൊന്ന് പുറത്ത് പോയി. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കിച്ചണിലെ സെറാമിക് പോട്ട്സിൻ്റെ കളക്ഷൻ കണ്ടിട്ട് എപ്പോഴും യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് ആണ്, എവിടെ നിന്നാണ് സെറാമിക് പോട്ട്സ് ലുലു കൂടുതലും പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഞാൻ എൻ്റെ എല്ലാ സെറാമിക് പോട്ട്സും ഡെയ്സോ, മൊമുസോ, മിനിസോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ ദുബായ് മോളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ എക്സ്പെൻസീവ് അല്ലേ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി നമ്മൾ പുറത്തുനിന്നുള്ള കുഞ്ഞു കുഞ്ഞു മാളിൽ ലൈക്ക് ഔട്ട്ലെറ്റ് മാൾ, സിറ്റി സെൻറ്റർ, ദേര അതുപോലുള്ള മാളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം പ്രൈസ് തന്നെയാണ് നമ്മൾ ദുബായ് മോളിൽ നിന്നുള്ള ഡെയ്സോ, മിനിസോ, മൊമുസോ എന്നൊക്കെയുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ സെറാമിക് പോട്ട്സിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയ്സോ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പറ്റുക. ബിക്കോസ് ഡെയ്സോ ഹാവ് സൂപ്പർ ജാപ്പനീസ് കളക്ഷൻസ് ലൈക്ക് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള സെറാമിക് പോട്ട്സ്, കുക്ക്വെയർ സെറ്റ്സ്, കാസ്റ്റ് അയൺ പോട്ട്സ് ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെയ്സോ ജപ്പാൻ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ദുബായ് മോളിലെ ലോവർ ഗ്രൗണ്ടിലാണ് ഡെയ്സോ ജപ്പാൻ വരുന്നത്. ആൻഡ് ദേ ഹാവ് അമേസിങ് കളക്ഷൻ. ട്രസ്റ്റ് മീ, അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ടാഗ് ഇല്ലാത്ത ഏതൊരു പ്രൊഡക്റ്റിനും മിനിമം വരുന്നത് 7 dirhams ആണ്. പ്രൈസ് ടാഗ് ഉള്ള പ്രൊഡക്ട്സിൽ പ്രൈസ് ടാഗ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എനിക്കെപ്പോഴും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ക്വാളിറ്റി ബേസും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഡെയ്സോ ജപ്പാനാണ്. കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സ് അല്ലാണ്ട് ക്യൂട്ടായിട്ടുള്ള പെന്ന്, പെൻസിൽ, നോട്ട് ബുക്സ്, എലിമെൻ്ററി ബുക്സ്, ബാസ്ക്കറ്റ്സ് ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിസോ ആൻഡ് മൊമോസോ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. ബ്രാൻഡ് ഫോർ ലെസ്സിലും ഇതുപോലെ കിച്ചൺ കുക്ക്വെയർ ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നല്ല ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സ് വളരെ ലെസ്സായിട്ടുള്ള പ്രൈസിൽ സെല് ചെയ്യുന്നതാണ് ബ്രാൻഡ് ഫോർ ലെസ്. ഞാൻ ഈ പറഞ്ഞ 3 to 4 ഷോപ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ലോ ഗ്രൗണ്ടിൽ 5 minute വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഓരോ ഷോപ്സും വരുന്നത്. സോ നിങ്ങൾ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ഷോപ്പും വിത്തിൻ 10 minutes കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഏതോ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു ഫ്രൈഡേ മോർണിംഗ് റൂട്ടീൻ ചെയ്യാൻ പറ്റുമെന്ന്. സോ ആ ഒരു പേഴ്സണ് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണിത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കമൻറ്റ് ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴാണ് വീഡിയോ ഡ്രോപ്പ് ചെയ്യുക ചോദിച്ചിട്ടൊക്കെ വരാറുണ്ട്. താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. ആൻഡ് ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.